ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ പഠനമാണല്ലോ ഈ എപ്പിസോഡുകളിലൂടെ ദൈവസന്നിധിയിൽ നമ്മൾ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ എബ്രായർ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠന വിഷയമാക്കിയിരുന്നു, ധ്യാന വിഷയമാക്കിയിരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ പ്രവാചകന്മാരെക്കാൾ ഉന്നതനാണ്. പ്രവാചകന്മാരിലൂടെ ഭാഗമായിട്ടാണ് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയിരുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം തന്നെ, വചനം തന്നെ ജഡം ധരിച്ച മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് അവൻ മുഖാന്തരം സകലതും ഉളവായി എന്നും അവൻ സൃഷ്ടിയെ പരിപാലിക്കുന്നു എന്നും ആദ്യം മുതലേ അവനുണ്ടായിരുന്നു എന്നും അവൻ ഈ ലോകത്തിലേക്ക് വന്നു ദൈവത്തിൻ്റെ മഹാപുരോഹിതനായി സ്വയം ബലിയായി തീർന്ന് സ്വയം ബലിയർപ്പിച്ച് ആ ബലിയെ സ്വീകരിക്കുന്ന വചനമായ ദൈവം ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച് അവൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നും അവൻ സകല മാലാഖമാരെക്കാളും ഉന്നതനാണെന്നും രണ്ടാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ പുത്രൻ സകല പ്രവാചകന്മാരെക്കാളും ഉന്നതനായിരുന്നു. 4-ാം വാക്യം അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ എന്ന് മാത്രമല്ല, സകല മാലാഖമാരെക്കാളും ഉന്നതനാണ് പുത്രൻ. അതിനെ വ്യക്തമായി പഠിപ്പിക്കുന്നതായ ചില വേദവാക്യങ്ങളാണ് 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 2-3 ചോദ്യങ്ങൾ എബ്രായ ലേഖന കർത്താവ് പൗലോസ് തന്നെ ഈ ലേഖനത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ആരാണ് പുത്രൻ? പുത്രൻ്റെ പദവി എന്താണ്? അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അവൻ സകല മാലാഖമാരേക്കാൾ ഉന്നതനാണ്, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. 110-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠത്തിലാക്കുവോളോ നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൈവം കർത്താവിനോട് അരുളി ചെയ്യുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ. ആരാണ് ഈ പുത്രൻ? എബ്രായ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യങ്ങൾ മുതൽ വായിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്: ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്: നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യം ഒന്നുകൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. 5-ാമത്തെ വാക്യം: നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? കാരണം ദൂതന്മാരാരും പുത്രൻ്റെ സ്ഥാനത്തിന് അർഹരല്ല. അവർ പുത്രൻ്റെ താഴെയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് ദൂതന്മാരല്ല. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് പുത്രൻ തമ്പുരാനാണ്. ദൈവത്തിൻ്റെ ശോഭയാണ്, പ്രഭയാണ്, തേജസ്സാണ്, മുദ്രയാണ്, അടയാളമാണ്. ആരോടെങ്കിലും ഈ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ
ഏതെങ്കിലും മാലാഖമാരോട് പിതാവാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു? അല്ലെങ്കിൽ 110 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത് പോലെ, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠത്തിൽ ഇരുത്തി ആക്കുന്നിടത്തോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക, മാത്രമല്ല ചെങ്കോൽ നിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവിടെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പുത്രൻ തമ്പുരാൻ പ്രവാചകന്മാരെക്കാൾ ഉന്നതനാണ് എന്ന് മാത്രമല്ല, സർവ്വ മാലാഖമാരേക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമാണ് ദൈവത്തിൻ്റെ പുത്രൻ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഒരു മാലാഖമാരോടും നീ എൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് ഒരാളിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനായ വചനം ജഡമായി തീർന്ന പുത്രനായി ക്രിസ്തുവിനോടാണ് പറഞ്ഞത്, നീ ഇന്ന് എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുമ്പോഴോ നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് പുത്രൻ തമ്പുരാനോട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാലാഖമാരും പുത്രനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ അടിവരയിട്ട് ഈ വേദഭാഗത്തിൽ പറയുന്നു. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ദൈവം, ഞാൻ അവൻ്റെ പിതാവാണ്, അവനെനിക്ക് പുത്രനാണ്. ഈ ഒരു പദവി, ആ ഒന്നായിരിക്കുന്ന അവസ്ഥ, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മശീഹ തമ്പുരാൻ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, അതുപോലെ നിങ്ങളും ഒന്നാകേണ്ടതിന് തന്നെ. പുത്രൻ്റെ പദവി ദൈവത്തിൻ്റെ അതേ പ്രഭയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. മാത്രമല്ല, ഇവിടെ ദൂതന്മാരെ പറ്റി വീണ്ടും പറയുന്നത് 6-ാമത്തെ വാക്യം, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സകല ദൂതന്മാരും ആ പുത്രനെ നമസ്കരിക്കണം. പുത്രൻ നമസ്കരിക്കുന്നവനല്ല, ആരാധിക്കുന്നവനല്ല, ആരാധിക്കപ്പെടേണ്ടവനാണ് പുത്രൻ. എന്നാൽ ദൂതന്മാർ ആരാധിക്കപ്പെടേണ്ടവരല്ല, ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്, നമസ്കരിക്കുവാൻ കടപ്പെട്ടവരാണ്. ആരെ? പുത്രനെ നമസ്കരിക്കുവാൻ കടപ്പെട്ടവനാണ്. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ ക്രിസ്തു തമ്പുരാൻ, ദൈവത്തിൻ്റെ പുത്രൻ. മാലാഖമാരെ നമസ്കരിക്കണമെന്ന് പറയുന്നില്ല. അവർ ദൈവത്തിൻ്റെ പുത്രനെ നമസ്കരിക്കണം. അവരുടെ ആ ഉത്തരവാദിത്തം, അവരുടെ കടമ നമസ്കരിക്കപ്പെടേണ്ടവരല്ല. നമസ്കരിക്കുവാൻ, പുത്രനെ നമസ്കരിക്കുവാൻ, പിതാവാം ദൈവത്തെ നമസ്കരിക്കുവാൻ, പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെ നമസ്കരിക്കുവാൻ കടപ്പെട്ടവരാണ് മാലാഖമാർ. അപ്പോൾ പുത്രൻ തമ്പുരാൻ മാലാഖമാരേക്കാൾ എത്രയോ ഉന്നതനാണ്. അവൻ വലത്ത് ഭാഗത്തിരിക്കുന്നു, മാലാഖമാർക്ക് ശ്രേഷ്ഠനാണ്. സകല മാലാഖമാരും അവനെ നമസ്കരിക്കണം എന്നാണ് ഈ വേദഭാഗത്തിലൂടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പുത്രൻ തമ്പുരാനെയും മാലാഖമാരെയും പറ്റി ഒരു താരതമ്യ പഠനമാണ് എബ്രായ ലേഖനത്തിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. മാലാഖമാർ, ദൂതന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് ഭൂലോകമൊക്കെയും നീതിയും ധർമ്മവും പ്രവർത്തിക്കുന്നു. 7 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന്
താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അപ്പോൾ അഗ്നിജ്വാലയെയും കാറ്റിനെയും തൻ്റെ ദൂതന്മാരും ശുശ്രൂഷകരുമാക്കുന്നു. അവർ ദൈവത്തെ നമസ്കരിച്ച് പുത്രൻ തമ്പുരാനെ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ എന്താണ് ചെയ്യുന്നത്? അവൻ ഭൂലോകത്തെ മുഴുവനും നീതിയും ധർമ്മവും കൊണ്ട് അവൻ ഭരിക്കുന്നു, പരിപാലിക്കുന്നു, കരുതുന്നു. അവിടെ പറയുന്നുണ്ട് 8-9 വാക്യങ്ങൾ, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് പുത്രൻ തമ്പുരാൻ. ദൂതന്മാർ ദൈവത്തെ നമസ്കരിക്കുമ്പോൾ പുത്രൻ നീതിയുള്ള ചെങ്കോൽ കൊണ്ട് ഭൂലോകത്തെ മുഴുവനും ധർമ്മത്തിലും നീതിയിലും പരിപാലിക്കുന്ന അവസ്ഥ. എന്ത് ആഴമായ സത്യങ്ങൾ, ക്രിസ്തു ദർശനമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഹൃദയപൂർവ്വം നമുക്ക് ധ്യാനിക്കാം. ആരാണ് ദൈവപുത്രൻ? മാലാഖമാരേക്കാൾ ഉന്നതൻ, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ എൻ്റെ പുത്രനാണ്. ഒരു മാലാഖമാരോടും നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്നിനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു മാലാഖമാരോടും ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടില്ല. തൻ്റെ പുത്രനോട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പുത്രൻ തമ്പുരാൻ ആരാധിക്കപ്പെടേണ്ടവനാണ്, സ്തുതിക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ എല്ലാവരാലും ആരാധിക്കപ്പെടേണ്ടവനാണ്. ദൂതന്മാർ അവനെ ആരാധിക്കണം, അവനെ നമസ്കരിക്കണം. മാത്രമല്ല, ദൂതന്മാർ അവനെ നമസ്കരിക്കുമ്പോൾ അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ഭൂലോകത്തെ മുഴുവനും നീതിയുടെ ചെങ്കോൽ കൊണ്ട് ആ സിംഹാസനത്തിൽ ഇരുന്ന് ഭൂതലത്തെ മുഴുവനും നീതിയോടും ന്യായത്തോടും കൂടെ പരിപാലിക്കും. അവൻ പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, വീണ്ടും 11-12 വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുത്രൻ ആരാണ്? അവൻ പൂർവ്വകാലത്ത് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിട്ടവനാണ്. കർത്താവേ, 10-ാം വാക്യം, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും ഭൂമിയും നിൻ്റെ പ്രവൃത്തിയാകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതായ വേദഭാഗങ്ങളുമായി ധ്യാനിക്കുവാൻ, നമുക്ക് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം. നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാകുന്നു. മാത്രമല്ല, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, പക്ഷേ നീയോ എന്നേക്കും നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ മാറിപ്പോകും. എന്നാൽ നീയോ അനന്യനായ ദൈവമാണ്. അപ്പോൾ പുത്രൻ തമ്പുരാൻ ആരാണ്? എന്നേക്കും നിലനിൽക്കുന്ന, ലോകവും ആകാശവും ഭൂമിയും സകല സൃഷ്ടിചരാചരങ്ങളും ഇല്ലാതെയായിപ്പോയാലും എന്നേക്കും അനന്യനായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണമായ സത്തയാണ്, മുദ്രയാണ്, അടയാളമാണ് ദൈവത്തിൻ്റെ പുത്രൻ. അത് വ്യക്തമായിട്ട് ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സർവ അധികാരവും സാർവത്രികമായ അധികാരവും പുത്രനാണ് നൽകപ്പെട്ടിരിക്കുന്നത്.
മാലാഖമാർക്കാർക്കും ആ സാർവത്രികമായ അധികാരം കൊടുത്തിട്ടില്ല, ദൂതന്മാർക്കാർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് മാലാഖമാരേക്കാൾ പുത്രൻ അല്ലെങ്കിൽ ദൂതന്മാരേക്കാൾ പുത്രൻ ശ്രേഷ്ഠനാകുന്നു എന്ന് കാണിക്കുന്ന 4-5 ഉദ്ധരണികളാണ് നമ്മൾ ഇവിടെ കണ്ടത്. മാലാഖമാർക്ക് വലിയൊരു പദവി ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ മാലാഖമാരിലൂടെയാണ് നൽകിയത്. സെക്കരിയ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപമർപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഗബ്രിയേൽ മാലാഖ അവന് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ കന്യകമറിയാം അമ്മയ്ക്കും ദൈവദൂതൻ മാലാഖ ഗബ്രിയേൽ മാലാഖയാണ് പ്രത്യക്ഷപ്പെട്ടത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ മാലാഖമാരിലൂടെ, ദൂതന്മാരിലൂടെ ദൈവം നൽകിയിരുന്നു. ഒന്നാമത് നമ്മൾ കണ്ടു, പ്രവാചകന്മാരുടെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നൽകി. എന്നാൽ പുത്രൻ അവരെക്കാൾ ഉന്നതനാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രവാചകന്മാർ കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ, അവരിലൂടെയാണ് ദൈവം അരുളപ്പാടുകൾ നൽകിയത്. ഇവിടെ പറയുന്നത്, എന്നാൽ പുത്രൻ തമ്പുരാൻ മാലാഖമാരേക്കാൾ ഉന്നതനാണ്. അതിൻ്റെ ചില പഠനങ്ങളാണ് നമ്മളിവിടെ നടത്തിയത്. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമത് നമ്മൾ കണ്ടത് മാലാഖമാരേക്കാൾ ഉന്നതനാണ് പുത്രൻ തമ്പുരാൻ. എന്നാൽ മറുഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എന്ത് ഔന്നത്യം കൊണ്ടാണ് പുത്രൻ തമ്പുരാൻ ഉന്നത പദവി നിലനിർത്തുന്നത്? ദൂതന്മാരേക്കാൾ ഉന്നതനാകുവാൻ ഉള്ള പദവികൾ അത് വ്യക്തമായിട്ട് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആ ധ്യാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ പുത്രൻ്റെ ഔന്നത്യം തെളിയിക്കുന്ന ചില ഉദ്ധരണികൾ നമുക്ക് ശ്രദ്ധിക്കാം. 2-ാം സങ്കീർത്തനം, അതിലിപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം സങ്കീർത്തനം 7-ാം വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വേദഭാഗം സാധാരണ പഴയ നിയമ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. അവിടെയാണ് പറയുന്നത്, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പുത്രനാണ്. അപ്പോൾ സകല ദൂതന്മാരേക്കാൾ ഉന്നതനാണ് എന്നുള്ള ഔന്നത്യം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ മാമോദീസ മുങ്ങുന്ന സമയത്ത്, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതന്മാരേക്കാൾ പുത്രൻ ഔന്നത്യമുള്ളവനാണ്, ഉന്നതനാണ്. കാരണം പിതാവായ ദൈവം തന്നെ പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഉദ്ധരണി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുത്രൻ ദൂതന്മാരേക്കാൾ ഉന്നതനാണ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഉദ്ധരണി എബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകല ദൂതന്മാരും പുത്രനെ നമസ്കരിക്കണം. അവിടെ നമുക്ക് വ്യക്തമായിട്ട് 97-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണി കാണുവാൻ സാധിക്കും. 97-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പിൻ. സകല ദേവന്മാരുമായുള്ളവരെ. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഒരുപാട് ദേവന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സകല ദേവന്മാരും പുത്രനെ നമസ്കരിക്കണം. ദൂതന്മാർ മാത്രമല്ല, സകല ദേവന്മാരും പുത്രനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അവരെക്കാളൊക്കെ ഉന്നതനാണ്
ദൈവപുത്രനെന്ന് ഈ ഉദ്ധരണിയിലൂടെ വ്യക്തമായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകരുമാക്കുന്നു. എന്ന് പറഞ്ഞാൽ സർവ്വദൂതന്മാരും സൃഷ്ടികൾ മാത്രമാണ്. എന്നാൽ പുത്രൻ സൃഷ്ടിയല്ല. ദൂതന്മാരും മറ്റുള്ള എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു. എന്നാൽ പുത്രൻ സൃഷ്ടിയല്ല. ഇവിടെ 104-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ ഉദ്ധരണിയാണ് അവിടെ കാണുന്നത്. കാരണം പുത്രനൊഴികെ സർവ്വദൂതന്മാരും സൃഷ്ടികളാണ്. എന്നാൽ പുത്രൻ സൃഷ്ടിയല്ല. അവൻ പിതാവായ ദൈവത്തോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായിരുന്നു. അവൻ മുഖാന്തരമാണ്, അവൻ മൂലമാണ് സകലവും ഉളവായിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു, ആ പുത്രൻ തമ്പുരാനാണ് സകലത്തെയും പരിപാലിക്കുന്നത്. സകലത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനവും പുത്രൻ തമ്പുരാൻ എന്ന് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. 4-ാമത്തെ ഉദ്ധരണി: പുത്രൻ മാലാഖമാരേക്കാൾ ഉന്നതനാണ്, അവൻ്റെ ഔന്നത്യ പദവി. 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും നാം കാണുന്നു, അവൻ ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോലാണ്. നിൻ്റെ രാജ്യത്വം, നീ രാജാവാണ്, രാജാതിരാജൻ, കർത്താതി കർത്താവ്, മഹത്വത്തിൻ്റെ രാജാവ് ആണ് ദൈവപുത്രൻ. അത്രമാത്രം ഉന്നതനാണ്. 45-ാം സങ്കീർത്തനത്തിൽ ആ വേദഭാഗം വളരെ വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം: ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അവൻ മഹാരാജാവാണ്. ഏതെങ്കിലും ദൂതന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രാജാക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. അവൻ മഹാരാജാവാകുന്നു. അത്രമാത്രം ഉന്നതനാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന് ഈ ഉദ്ധരണിയിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്. രാജാവെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സർവ്വ അധികാരവും സർവരും പുകഴ്ത്തുന്ന, സർവ അഭിമാനവുമുള്ള, പദവികളുള്ള ആളാണ് രാജാവ്. അതുപോലെ ഇവിടെ പറയുന്നത്, രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനം അഴിഞ്ഞു പോകുന്നതല്ല. ഭൗതികമായ സിംഹാസനങ്ങൾ പോലെ രാജാക്കന്മാരെ പോലെയല്ല, അതൊക്കെ ഇല്ലാതാകും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാട്ടുരാജാക്കന്മാരെല്ലാവരും ഇല്ലാതെയായി. അതുവരെയും അവരുടെ സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാട്ടുരാജാക്കന്മാരിപ്പം ഇല്ല. ഒരു പക്ഷേ പേരിന് വേണ്ടി ചിലരൊക്കെ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. എന്നാൽ കർത്താവിൻ്റെ സിംഹാസനം ഒരു നാളും അഴിഞ്ഞു പോകുകയില്ല. എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനത്തിൽ രാജകീയമായ ചെങ്കോൽ, ആ നീതിയുടെ ചെങ്കോൽ പുത്രനാണുള്ളത് എന്ന് ഈ ഉദ്ധരണിയിലൂടെ മാലാഖമാരേക്കാൾ, ദൂതന്മാരേക്കാൾ, സർവ്വരേക്കാളും ഉന്നതനാണ് ക്രിസ്തു എന്ന് ഈ സങ്കീർത്തനവാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ എപ്പിസോഡിൽ എബ്രായ ലേഖനം 1-ാം അധ്യായം 4 മുതൽ ഉള്ള വേദഭാഗ്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. അതിലാദ്യ ഭാഗത്ത് പുത്രൻ തമ്പുരാൻ മാലാഖമാരേക്കാൾ ഉന്നതനാണ് എന്നുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മൾ വേദഭാഗത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്ന് ഉരുവിട്ട് നമ്മൾ പഠിച്ചത്. രണ്ടാമതായിട്ട്
പുത്രൻ തമ്പുരാൻ മാലാഖമാരേക്കാൾ ഉന്നതനാണ്. ആ ഔന്നത്യത്തിൻ്റെ പ്രഭാവം വെളിപ്പെടുത്തുന്ന ഉദ്ധരണികളാണ് നമ്മൾ കണ്ടത്. 4 ഉദ്ധരണികൾ സങ്കീർത്തന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുകയുണ്ട്. 7 ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. 5, 6, 7 ഉദ്ധരണികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർ പഠനമായി മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ കേട്ടതായ വചനത്തെ നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, അവിടുത്തെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ. അവിടുത്തെ വചനത്തെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, എൻ്റെ ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ദൈവപുത്രനെ എൻ്റെ ഉള്ളിൽ അവൻ വസിക്കുവാൻ തക്കവണ്ണം, അവനോട് ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണം, ദൈവാനുഗ്രഹമുള്ളവരായി രൂപപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.